മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സമഗ്ര പുനരധിവാസം വേണമെന്നാവശ്യപ്പെട്ട് കുടിൽകെട്ടി സമരം. ജനശബ്ദം കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. പ്രതിഷേധക്കാരെ ബേലിപ്പാലം കടക്കാൻ പോലീസ് അനുവദിക്കാതിരുന്നത് സംഘർഷത്തിലേക്ക് വഴിവെച്ചു. വിവാദത്തിന് തിരികൊടുത്തേണ്ട പ്രശ്നമല്ല ഇതെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കി. പ്രസിദ്ധീകരിച്ച 2 പട്ടികയിലും പെടാതെ പോയവർ, വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും നഷ്ടപ്പെട്ടവർ, ലോണുകൾ തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്തവർ, അങ്ങനെ ഗത്യന്തരമില്ലാതെ പ്രതിഷേധത്തിനിറങ്ങിയതാണിവർ. എന്റെ വീട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ 2 ലിസ്റ്റിൽ പേര് കൊണ്ടുവന്നു. 3ാമത്തെ ലിസ്റ്റിൽ എന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. അവര് ഇന്ന് വരെ വീടുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഒളിച്ചു പോയി. ഇന്ന് വരെ ആ ലിസ്റ്റിൽ വരാത്ത ആളാ. അവിടെ ജനവാസം അല്ല എന്ന് പറഞ്ഞതാ. ഇനിയും പോയി അവിടെ താമസിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ഈ ടൗണിൽ താൽക്കാലികമായിട്ട് ഒരു കറണ്ട് തരുന്നതല്ല, കയ്യും കാലം പിടിച്ച് ഇന്ന് വരെ കിട്ടിയില്ല. ഈ പേപ്പറുകളാണ് ഈ കിടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തില് ജീവൻ നഷ്ടപ്പെട്ട ശരത്തിന്റെ അച്ഛനും അമ്മയാണിത്. ഇവരുടെ പേര് ലിസ്റ്റിലില്ല. 2 പേര് ഭാര്യ ഭർത്താവിന്, ഞങ്ങൾക്ക് 2ആൾക്കും ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകനും കൂടി കൈയിട്ട് പോയി. 2ാമത് ലിസ്റ്റിലും പേര് വരുന്നു പറഞ്ഞു, അത് വന്നിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോടിക്കണക്കിന് ഖജനാവിൽ കൊടുത്ത കേരള ജനത ഉണ്ട്. അവര് മനസ്സിലാക്കണം, ഞങ്ങളെ ശരിക്ക് കഷ്ടപ്പെടുത്ത സർക്കാർ. ജോൺ മത്തായി വിദഗ്ധ സമിതി വരച്ച വരയ്ക്ക് പുറത്തായതുകൊണ്ട് പുനരധിവാസം നിഷേധിക്കപ്പെടുന്നവരുമുണ്ട്. അയലോക്കം വരെ കല്ലിട്ട് പോയി. ഇനി ഞങ്ങൾ ഒറ്റപ്പെട്ട് അവിടെ താമസിക്കേണ്ട ഗതികേട്. ഞങ്ങളൊരു 3-4 വീട്ടുകാരാ കുന്നിന്റെ മുകളില്. ഞങ്ങൾ മാത്രം ഇപ്പൊ പെട്ടിട്ടില്ല. ഞങ്ങളുടെ മേലേക്കുള്ള വീടുകളും പെട്ടിട്ടില്ല. ഒരു 5-6 വീടുകൾ മാത്രം. ഞങ്ങൾക്ക് പറയണ കല്ലിട്ടേക്കണം. ഞങ്ങളിപ്പോ ആ ലിസ്റ്റിൽ വന്നിട്ടില്ല. ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? മേപ്പാടി SHO ജയപ്രകാശുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ തീരുമാനം, ഞങ്ങൾ ഈ സമരം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുക തന്നെയാണ്. പക്ഷേ ഇതൊരു അവസാനമാകില്ല. ഈ സമരം ഞങ്ങളുടെ അവസാനിപ്പിക്കുന്നത് ഒരു തുടക്കത്തിന്റെ അവസാനം. എന്നാൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ വ്യക്തമാക്കി. ലഭ്യമായ മുഴുവൻ സഹായവും നൽകാനാണ് ശ്രമിക്കുന്നതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ദുരന്തബാധിതരുടെ മുമ്പിലേക്ക് ആരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും വില പോകുന്ന പ്രശ്നമില്ല. അവർ ആ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ ആരുമായിട്ടും ആ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യാൻ ഒരു പ്രയാസമില്ല. പരാതികൾ കൊടുക്കാമല്ലോ. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തേണ്ട പ്രശ്നമേ അല്ല. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ജനശബ്ദം നേതാക്കളുടെ നിലപാട്. സമരം താൽക്കാലികമായി അവസാനിക്കുമ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.